നമസ്കാരം. ജമ്മു കാശ്മീരിലെ ജമ്മുവിൽ നിന്നും മഹാരാഷ്ട്രയിലെ പൂനെയിലേക്ക് പോകുന്ന ജല എക്സ്പ്രസിന്റെ രണ്ടാമത്തെ ഭാഗമാണിത്. ഞങ്ങളിപ്പോൾ മധ്യപ്രദേശിലെ ചനേറ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ചെറിയൊരു സ്റ്റേഷനാണ്. ട്രെയിൻ ഇപ്പോൾ 4 മണിക്കൂറിന് മുകളിലാണ് ഡിലേ ആയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസം രാവിലെ വന്ന ഡിലേ അതുപോലെ തന്നെ കീപ്പ് ചെയ്ത് പോവുകയാണ്. മൂടൽമഞ്ഞ് കാരണമാണ് ട്രെയിൻ ഇത്രയും ഡിലേ ആയത്. ഇവിടെ മൂടൽമഞ്ഞൊന്നുമില്ല, പക്ഷെ തണുപ്പുണ്ട്. അത്ര വലിയ തണുപ്പും ഇല്ല അല്ലേ? നമ്മുടെ ജമ്മു താവിന്ന്, അതായത് ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഡൽഹി ഭാഗത്തുള്ള തണുപ്പിനെ അപേക്ഷിച്ച് ഇവിടെ കുറവാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. അങ്ങനെ ഇവിടുന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അടുത്തത് ഗണ്ഡുവയാണ്. ഈ ട്രെയിന് എല്ലായിടത്തും സ്റ്റോപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിലേ ആയത് ഓടി പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്റ്റോപ്പുകൾ കൂടുതലായിട്ടുണ്ടല്ലോ. ഇവിടെ ഒരു ലേക്കുണ്ട്. ഈ ഭാഗത്ത് കൃഷിപ്പാടമാണ്, ചില ഭാഗങ്ങളിൽ മാത്രം. ഇവിടെ പല രീതിയിലുള്ള കൃഷികൾ ഉണ്ടാവാം. ഗോതമ്പ്, നെല്ല്. ഇത് നെല്ലൊന്നുമല്ല ഈ ഭാഗത്തുള്ളത്. എട്ട് 51 ഗണ്ഡുവ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇത് സച്ചിഖണ്ഡ് എക്സ്പ്രസ് ആണ്. സെൻട്രൽ റെയിൽവേ സോണിന്റെ കീഴിലാണ് ഗാണ്ഡുവ റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത്. ഇവിടെ 6 പ്ലാറ്റ്ഫോമുകളാണ് ആകെയുള്ളത്. ഈ ട്രെയിൻ ഇവിടെ 3 മിനിറ്റാണ് സ്റ്റോപ്പ്. ഞങ്ങൾ ജമ്മു താവിന്ന് പൂനെ വരെ യാത്ര ചെയ്യുന്ന കോച്ച് സ്ലീപ്പറിൽ S6 ആണ്. ഇത് ഈ കാണുന്ന കോച്ച് തന്നെയാണ്. ട്രെയിൻ നമ്പർ 110-78. എല്ലാം 2024 മെയ്ഡ് കോച്ച് തന്നെയാണ്. പിന്നെ ഇവിടെ വടാപ്പാവ് ഉണ്ട്. ഇതാ വടാപ്പാവ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, അതായത് പഴം, അതൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. തണുപ്പിപ്പോൾ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു വരുന്നുണ്ട്. ജലം എക്സ്പ്രസിന്റെ അനൗൺസ്മെന്റ് ആണ് കേൾക്കുന്നത്. S6 കോച്ചിൽ നമ്മുടെ ബെർത്ത് വരുന്നത് ഈ കേറി വാർഡും തന്നെ ഇവിടെയുള്ള ഈ സൈഡ് അപ്പുറം, തൊട്ടപ്പുറത്തുള്ള സൈഡ് അപ്പുറം. അപ്പോൾ വലിയ റഷൊന്നുമില്ല കോച്ചിൻ്റെ അകത്ത്. ട്രെയിൻ ഇപ്പം 110 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 1:30 പോയിട്ടുണ്ടായിരുന്നു. ഡൽഹി കഴിഞ്ഞ ഉടനെ ഫരീദാബാദ് ആ ഒരു സെക്ഷനിൽ. ബുർഹാൻപൂർ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. 9:48. മധ്യപ്രദേശിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പാണിത്. അടുത്തത് തന്നെ മഹാരാഷ്ട്ര. ഇവിടെ ഇതാ പഴമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള സ്റ്റേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പഴങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ബുർഹാൻപൂര് മധ്യപ്രദേശിലെ ഒരു ചരിത്രപ്രധാനമായ ഒരു നഗരം കൂടിയാണ്. ഈ ജല എക്സ്പ്രസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് സെൻട്രൽ റെയിൽവേ ആണ്. ഞങ്ങൾ രാവിലെ കഴിക്കുന്നത് ആലു പറാത്തയാണ്. ഇത് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതില്ലേ, ഇത് എത്ര രൂപയുടെ പഴം ഉണ്ടാവും? ആദ്യം ഗസ് ചെയ്യും. ഇതില് നമുക്ക് എണ്ണീട്ട് തന്നെ നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 പഴമുണ്ട് ഇതില്. വെറും 20 രൂപയ്ക്കാണ് പഴം വാങ്ങിച്ചത്. ഈ സ്റ്റേഷൻ തന്നെ വാങ്ങിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള പഴങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ വിൽക്കുമല്ലോ, അതൊക്കെ ചീപ്പ് വില കുറച്ചിട്ട് തന്നെ നമുക്ക് കിട്ടും. പഴവും ആപ്പിളൊക്കെ വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നമ്മളിത് രാവിലെ മാത്രമല്ല ഉച്ചക്കേക്കും കൂടെ വാങ്ങണം. കാരണം ഉച്ചക്ക് വേറെ ഒന്നും ഫുഡൊന്നും വാങ്ങുന്നില്ല. ഈ റൂട്ടിൽ തന്നെ വലിയ നല്ല സ്റ്റേഷൻസ് ഒന്നും തന്നെ ഇല്ല. ഈ ട്രെയിനിൽ ബാൻഡറി ഉണ്ട്, പക്ഷേ ഈ ട്രെയിനിലത്തെ ബാൻഡറിലത്തെ ഫുഡ് ഞങ്ങൾ കഴിച്ചിട്ടേ ഇല്ല. ഇനിയിപ്പോൾ രാവിലെ ഇതാ ആലു പൊറോട്ട നമുക്ക് കഴിക്കാം. ഒരെണ്ണത്തിന് 50 രൂപയാണ് ആയത്. ഒരു മിക്സ്ഡ് പിക്കിളുണ്ട്. ഇപ്പോൾ 2 ആലു പറാത്തയാണ് ഒന്നിൻ്റെ അകത്തുള്ളത്.
താപ്തി റിവറാണിത്. ഭുസാവൽ ലോക്കോ ഷെഡാണിത്. ഇലക്ട്രിക് ലോക്കോ ഷെഡ്. അതുപോലെ തന്നെ ഇവിടുത്തെ യാർഡിന് വലിയ പ്രത്യേകതയുണ്ട്. ഒരുപാട് റെക്കോർഡുണ്ട് ഈ ഭുസാവലിന്. ഔട്ടറിൽ നിർത്തി. നിലവിലിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കരുത്തനായ ലോക്കോ ഇതാണ്, WG-12. ഭുസാവൽ ജംഗ്ഷൻ 10:33. അണ്ടർസോഡിലൊക്കെ നല്ല തിരക്കുണ്ട് ഇവിടുന്ന്. പത്ത് 35. ഇവിടെ 5 മിനിറ്റ് ആണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. പുറത്തൊക്കെ ലോക്കൽ വെൻഡേഴ്സൊക്കെ ഭക്ഷണമൊക്കെ ഇതാ വിൽക്കുന്നൊക്കെ ഉണ്ട്. വടാപ്പാവുണ്ട്, ഇഡ്ഡലി ഉണ്ട്, വെജ് ബിരിയാണി, പലതും ഉണ്ട് ഇവിടെ. സ്റ്റേഷൻ റഷ് തന്നെയാണിത്. ആ ഭാഗത്തും ഉണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ വിൽക്കുന്നൊക്കെ ഉണ്ട്. മസാല ദോശയൊക്കെ ഉണ്ട്. എല്ലാം ഓപ്പൺ ആയിട്ട് തന്നെയാണ്. പിന്നെ ഇതാ പഴവും ഉണ്ട്. ഭുസാവലിലാകെ 9 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. നേരത്തെ വരുമ്പോൾ യാർഡിന്റെ കാര്യം പറഞ്ഞില്ലേ, അതതിന്റെ വലിപ്പത്തിന്റെ കാര്യത്തിലാണ്. അതുപോലെ തന്നെ ഭുസാവൽ റെയിൽവേ സ്റ്റേഷൻ എന്ന് വരുന്നത് മഹാരാഷ്ട്രയിൽ തന്നെ ആദ്യത്തെ ഏറ്റവും വലിയ ഒരു റെയിൽവേ ജംഗ്ഷനാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് പ്രധാനപ്പെട്ട 2 വണ്ടികളാണ് ഈ വഴി കടന്നു പോകുന്നത്. അതായത് വെച്ചാൽ എറണാകുളത്ത് നിന്ന് നിസാമുദ്ദീനിലേക്ക് പോകുന്ന മംഗള ലക്ഷദ്വീപ്, അതുപോലെ തന്നെ കോയമ്പത്തൂരിൽ നിന്ന് ജബൽപൂരിലേക്ക് പോകുന്ന ഒരു വീക്ക്ലി ആയിട്ട് പോകുന്ന ഒരു സ്പെഷ്യൽ വണ്ടി. ആ 2 വണ്ടികളാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്ന റൂട്ടിൽ തന്നെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഭുസാവൽ. ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് പറയാ ഭക്ഷണമൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെ പ്രധാനപ്പെട്ട കൃഷി എന്നൊക്കെ പറയുന്നത് പരുത്തിയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഴം വാങ്ങിയല്ലോ, എല്ലാ റെയിൽവേ സ്റ്റേഷനിലും പഴം കിട്ടുന്നുണ്ട് ചെറിയ പൈസക്ക്. അതായത് നിങ്ങളിപ്പോൾ ഇതിലൂടെ യാത്ര ചെയ്ത് പോകുമ്പോൾ പുറത്തത്തെ എല്ലാ നോർമൽ, ഇപ്പോൾ പുറത്തന്നെ കാണിച്ചില്ല, ഇഡ്ഡലി, വെജ് ബിരിയാണി, അതൊക്കെ കഴിക്കണം. പഴവും ഫ്രൂട്ട്സ് ഒക്കെയാണ്, പഴങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നത് ഏറ്റവും നല്ലത്. അതിങ്ങനെ തന്നെ തുറന്നു വെച്ചാണല്ലോ തീർച്ചയായിട്ടും. അത് അത്ര ഒരു വൃത്തിയായിട്ട് തോന്നുന്നില്ല. അഹമ്മദാബാദ് ബറോണി എക്സ്പ്രസ്. ഒരു ബൈക്കിൽ 3 പേര്, കുട്ടീനെ അടക്കം ചേർത്ത് 4 പേര്, ഹെൽമെറ്റും ഇല്ല. എന്താല്ലേ. ട്രെയിനിപ്പോൾ മൻമാഡ് ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രാക്കിനോട് ചേർന്ന് തന്നെ ഒരു റോഡും ഉണ്ട്. 1:32 സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിലല്ല പ്ലാറ്റ്ഫോം.
മന്മാടിൽ 5 മിനിറ്റ് ആണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. വടാപ്പാവുണ്ട്, ഇവിടെ ഇഡ്ഡലിയും ഉണ്ട്. ഇത് നമ്മുടെ തൊട്ട് മുന്നിലൊരു ഹിറ്റാച്ചി കിടക്കുന്ന വേണ്ട എന്താ അല്ലേ, ഇവിടെ സ്റ്റേഷൻ്റെ വർക്കാണ്. ഗരം വടാപ്പാവ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ട്രെയിനും കൂടി ഉണ്ട്. ഇതൊരു MT റേക്കാണ്. ഭുസാവൽ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു റൂട്ടിലെ പ്രധാനപ്പെട്ട റഷുള്ള ഒരു സ്റ്റേഷനാണ് ഇത്. അതുപോലെ തന്നെ മന്മാട് ജംഗ്ഷൻ വരാൻ കാരണം നമ്മളിപ്പോൾ വന്ന ഭുസവാൽ റൂട്ട്, ഇനി പോകുന്ന ദൗണ്ട് എന്ന് പറഞ്ഞ ഭാഗത്തേക്കുള്ള റൂട്ട് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു റൂട്ട് എന്ന് പറഞ്ഞാൽ നാസിക് റോഡ് ഭാഗത്തേക്ക്, അതായത് നമ്മുടെ ഇഗാത്പുരി ഘാട്ട് സെക്ഷനൊക്കെ വരുന്ന റൂട്ട്, കസാറ ദാൽഘട്ട് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഘാട്ടാണ്. അത് അതിമനോഹരമായ റൂട്ടാണ്. മുംബൈയിൽ നിന്ന് ഇഗാത്പുരി നാസിക് റോഡിലേക്ക് വരുന്ന റൂട്ട്, നമ്മുടെ മംഗള ലക്ഷദ്വീപൊക്കെ റൂട്ട് വരുന്ന റൂട്ടാണത്. അപ്പൊ മഴക്കാലത്ത് പോകാൻ പറ്റിയ ഒരു അടിപൊളി റൂട്ടാണ്. നമ്മളെ ആ റൂട്ടിലേക്ക് അല്ല പോകുന്നത്. ഇതൊക്കെ വരുന്നതുണ്ടല്ലോ നാസിക് ജില്ലയിലാണ്. പിന്നെ എടുത്തു പറയാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഇത്രയും നേരം നമ്മുടെ ഈ ഒരു ഇതിനടിയിൽ ഒരു എന്താ പറയാ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു നീലക്കളറല്ലേ, അതൊക്കെ അങ്ങ് ഊരി വെച്ചു കൂട്ടോ. കാരണം കാലാവസ്ഥ അടിമുടി മാറി. ഇപ്പൊ നല്ല എന്താ പറയാ ചൂടിലേക്ക് വന്നിട്ടുണ്ട്. ഈ കാലാവസ്ഥ ഇങ്ങനെ മാറുമ്പോഴാണ് നമുക്ക് പല രോഗങ്ങളൊക്കെ വരും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ജലദോഷം, കഫക്കെട്ട്, പനി അല്ലേ? അത് ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ദിവസം നമ്മൾ ഒരുപാട് ദിവസം ഇപ്പം നല്ല തണുപ്പത്താണ്ടായത്. ഇനി പെട്ടെന്ന് തന്നെ ചൂടിലേക്ക് പോകുമ്പോൾ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ നമ്മുടെ തൊണ്ടവേദന, പല പ്രശ്നങ്ങളും വരും. അതാണ് യാത്രയിലെ ഏറ്റവും മറ്റൊരു വെല്ലുവിളി എന്ന് പറയാം. ഇവിടെ രാവിലെ 9:25 എത്തേണ്ട വണ്ടിയായിരുന്നു ഇത്. മൺമാട്. വലിയ മലയാളം നോക്കിയേ. ഇതിനെ നമ്മൾ വളയം വെച്ചിട്ടാണ് വരുന്നത്. അതെത്രയോ ദൂരത്താണുള്ളത്. ഇതിന്റെ ഏറ്റവും ടോപ്പ് വ്യൂ കണ്ട, അവിടെയൊക്കെ കയറാൻ പറ്റുമായിരിക്കും അല്ലേ? അവിടെ ഒരു കെട്ടിടം പോലെ കാണുന്നുണ്ട്. ഇത് 1.5 മല തന്നെയാണ്. ഇവിടെയൊക്കെ കൃഷിയാണ്. അങ്ങ് അവിടെ കരിമ്പാണ്. ഇവിടെ തന്നെ പരുത്തിയുണ്ട്. ആ ഭാഗം മുഴുവനും കരിമ്പ്. 2:20 ട്രെയിൻ അങ്ങനെ കൊപ്പർഗാവ് സ്റ്റേഷനിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചാ? അതിനെപ്പറ്റി ഇനി പറയാം. കൊപ്പർഗാവ് സ്റ്റേഷനിൽ ഈ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ചെറിയൊരു കർവിലാണ് സ്റ്റേഷൻ വരുന്നത്. അതുപോലെ തന്നെ പൂനെയിൽ നിന്ന് മൻമാഡിലേക്ക് പോകുന്ന റൂട്ടിലത്തെ ഈ കൊപ്പർഗാവിൽ ഇറങ്ങണം. ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ഷിർദിയിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവർക്ക് നേരെ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ഒരു 19 കിലോമീറ്റർ മാത്രമേ ഷിർദിയിലേക്കുള്ളൂ. ഷിർദി അറിയാമല്ലോ, നമ്മളൊക്കെ പോയി അവിടെ വീഡിയോ ചെയ്താണ്. നമ്മുടെ സായിബാബ ടെമ്പിളൊക്കെ സ്ഥിതി ചെയ്യുന്ന അവിടെയാണ്. ഷിർദി തന്നെ മറ്റൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, സായിനഗർ ഷിർദി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അങ്ങോട്ടേക്ക് കുറച്ച് വണ്ടികൾ മാത്രമല്ലേ ഉള്ളൂ. ഈ റൂട്ടിൽ ഒരുപാട് വണ്ടികൾ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഷിർദി പോകാനാണെങ്കിൽ ഈ കൊപ്പർഗാവിൽ ഇറങ്ങിയിട്ട് പോകാൻ പറ്റുന്നതാണ്. 19 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ ഈ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിലേക്ക് ഇവിടെ നിന്നൊക്കെ കയറുന്നുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന ജല എക്സ്പ്രസ്സിന് എങ്ങനെയാണ് ഈ പേര് കിട്ടിയെന്ന് അറിയണ്ടേ? ഈ ജല എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലൂടെ ഒഴുകുന്ന ഒരു നദീൻ്റെ പേരാണ്. അതിൽ നിന്നാണ് ഈ ട്രെയിൻ ഈ ഒരു പേര് കിട്ടിയത്.
ഗോദാവരി. വെള്ളമൊക്കെ കുറവാണ്. അതുവഴി ഒരു റോഡൊക്കെ ഉണ്ട്. നാല് 10 ട്രെയിൻ ഇതാ അഹമ്മദ് നഗർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ആകെ 2 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഇനിയിപ്പം പൂനെ എത്തുന്നതിന് മുന്നേ 2 സ്റ്റോപ്പുകളും കൂടി ഉണ്ട്. അതുപോലെ തന്നെ ഈ അഹമ്മദ് നഗർ എന്ന് പറഞ്ഞ ഈ ഒരു നഗരത്തിന്റെ പേര് റീനെയിം ചെയ്തിട്ടുണ്ട്. അതായത് അഹില്യ നഗർ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. കാരണം ഇപ്പോൾ പല സ്ഥലത്തും റീനെയിം ചെയ്യുന്നുണ്ടല്ലോ, പല നഗരങ്ങളും പേര് മാറ്റുന്നുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. ഇവിടെ അഹമ്മദ് നഗർ കോട്ടയൊക്കെ ഉണ്ട്. ആ കോട്ടയ്ക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ഒരുപാട് നേതാക്കളെ, അതായത് ദേശീയവാദികളൊക്കെ ബ്രിട്ടീഷുകാർ പാർപ്പിച്ചത് ആ കോട്ടയിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുമാതിരി എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അഹമ്മദ് നഗർ. ഇനിയിപ്പോൾ ഇവിടെ 2 മിനിറ്റ് ഉണ്ട് ട്രെയിൻ സ്റ്റോപ്പ്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ അധികം വീതിയേ ഇല്ല. ഇവിടെ സ്റ്റേഷൻ്റെ റെനോവേഷൻ കൂടിയാണ്. അതിപ്പോൾ ഇവിടെ മാത്രമല്ലല്ലോ, ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്റ്റേഷനുകളിലും റെനോവേഷൻ തന്നെയാണ്. ഇവിടെയാണ് സ്റ്റേഷൻ്റെ മെയിൻ ഭാഗമൊക്കെ വരുന്നത്. അപ്പോൾ നല്ലൊരു കർവ് തന്നെയാണ്. ഈ തൊട്ട് മുന്നിൽ കാണുന്നതൊക്കെ കരിമ്പാണ്. കരിമ്പ് കൃഷിയാണ് ഇവിടെ. ഈ കാണുന്ന ട്രാക്കില്ലേ, ഇത് നേരെ ദൗണ്ട് ജംഗ്ഷനിലേക്ക് പോകുന്നതാണ്. ഈ ട്രെയിൻ ദൗണ്ട് ജംഗ്ഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ലോക്കോ റിവേഴ്സൽ ചെയ്യേണ്ടി വരും. അത് മാറാനാണ് നേരെ ദൗണ്ട് കോഡ് ലൈനിലേക്ക് പോകുന്നത്. ഇവിടെയാണ് ദൗണ്ട് കോഡ് ലൈൻ സ്റ്റേഷൻ വരുന്നത്. ലോക്കോ റിവേഴ്സിൽ ഒഴിവാക്കാം. അതുകൊണ്ട്
പിന്നെ ഇവിടെ ആകെ ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി പറയുവാണെങ്കിൽ നമ്മുടെ മുംബൈയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന ലൈനിലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ വന്ന മൻമാഡ് ദൗണ്ട് ബ്രാഞ്ച് ലൈനിലും ചേരുന്ന ബൈപ്പാസ് ലൈനിലത്തെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ദൗണ്ട് കോഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് വെച്ചാൽ നേരത്തെ ട്രെയിനുകൾ, അതായത് ഈ പൂനെ അതുപോലെ തന്നെ ഗോവ ഭാഗത്ത് നിന്ന് ഡൽഹി ഭാഗത്തേക്ക്, നമ്മളിപ്പോൾ ജലപ എക്സ്പ്രസ് ഒക്കെ ഡൽഹി ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനാണല്ലോ. അപ്പോൾ അത് വരുവാണെങ്കിൽ ഈ കോഡ് ലൈൻ സ്ഥാപിക്കുന്നതിന് മുന്നേ നേരെ ദൗണ്ട് ജംഗ്ഷനിലേക്ക് പോയിട്ട് അവിടെ ലോക്കർ റിവേഴ്സ് ചെയ്യണം, എന്നിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അത് കൂടുതൽ സമയം എടുക്കുമല്ലോ. അതുകൊണ്ടാണ് 2020 ഈ ദൗണ്ട് കോഡ് ലൈൻ എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ പണിതത്. അതുകൊണ്ട് നമുക്കിപ്പോൾ ലോക്കൽ റിവേഴ്സിന്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ ആകെ 3 മിനിറ്റ് മാത്രമേ സ്റ്റോപ്പുള്ളൂ. പക്ഷേ സ്റ്റേഷൻ ഈ പറഞ്ഞ പോലെ കുഞ്ഞ് റെയിൽവേ സ്റ്റേഷനാണ്, ആകെ ഒരു പ്ലാറ്റ്ഫോം അല്ലേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദൗണ്ട് ജംഗ്ഷൻ വഴി കടന്നു പോകുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഭാഗത്തെ കൂടെ കടന്നു പോകുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലേക്ക് പോകുന്ന ഒരു വീക്കിലി വണ്ടി ഉണ്ട്. അതുപോലെ നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് പൂനെയിലേക്ക് പോകുന്ന ജയന്തി ജനതയുണ്ട്. ഇവിടുന്ന് നമുക്ക് തൊട്ട് മുന്നിലായി ഒരുപാട് കരിമ്പുകൾ കാണാനായിട്ട് സാധിക്കും. ചെറിയൊരു വളവിലാണ് സ്റ്റേഷൻ ഉള്ളത്. അങ്ങനെ ദൗണ്ട് കോഡ് ലൈനിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. സൂര്യാസ്തമയം. ഇതാണ് സ്റ്റേഷൻ. പിന്നെ ഒരു അരമണിക്കൂർ കൂടെ കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കും. പിന്നെ ഈ കാണുന്നതില്ലേ, ഇത് നേരെ ദൗണ്ടിൽ നിന്ന് വരുന്ന ലൈനാണ്, അതായത് ദൗണ്ട് ജംഗ്ഷൻ. ആറ് 30 ട്രെയിൻ ഇതാ ഉരുളി സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു വ്യത്യസ്തമായ പേരുള്ള റെയിൽവേ സ്റ്റേഷൻ. ഇനിയിപ്പോൾ ഇവിടുന്ന് 29 കിലോമീറ്റർ ഉണ്ട് പൂനെയിലേക്ക്. ജമ്മു തവിക്കും പൂനെക്കും ഇടയിൽ ഈ ട്രെയിന് 62 സ്റ്റോപ്പുകളാണുള്ളത്. ഇവിടെ ട്രെയിന് 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. പൂനെയിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ യാർഡാണ്. 7 മണി കഴിഞ്ഞു. 2 കിലോമീറ്റർ കൂടെ ഉണ്ട് പൂനെ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ജമ്മു കാശ്മീരിൻ്റെ ശൈത്യകാല തലസ്ഥാനമായ ജമ്മു തവിയിൽ നിന്നും 2178 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിനിത മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനമായ പൂനെയിലേക്ക് എത്തിക്കുകയാണ്. ട്രെയിൻ 4 മണിക്കാണ് എത്തേണ്ടത്. ഇപ്പോൾ 7:19. 3 മണിക്കൂർ 19 മിനിറ്റാണ് ട്രെയിൻ ഡിലേ. ഇവിടെ കാണുന്ന വന്ദേ ഭാരത് മുംബൈ സോളാപൂർ. അങ്ങനെ ഒരു ദീർഘയാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി നേരെ ഇവിടുത്തെ ഫുഡ് പ്ലാസയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് തന്നെ ഇനി നേരെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി. 2 വെജ് ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെജ് ഫ്രൈഡ് റൈസ് വന്നിരിക്കുകയാണ്. ഒരു പ്ലേറ്റിന് 130 രൂപയാണ് ആയത്. ഇതിൻ്റെ കൂടെ തന്നെ സോസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൂടോടെ കൂടെ തന്നെ നമുക്കിത് കഴിച്ചിട്ട് നേരെ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. പൂനെ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ ഈ ഒരു ഫുഡ് പ്ലാസയിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. എന്തൊരു തിരക്കാന്ന് നോക്കിയേ. ഒരുപാട് ട്രെയിനുകൾ പുറപ്പെടാനൊക്കെ ഉണ്ടല്ലോ ഈ സമയത്ത്. പിന്നെ ഇവിടെയും ഈ ഭാഗത്ത് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. സ്റ്റേഷൻ്റെ മെയിൻ ഭാഗം വരുന്നത് ഇവിടെയാണ്. പൂനെ ഇന്ന് ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ റിട്ടയറിംഗ് റൂമിലൊന്നല്ല, ഓൺലൈൻ വഴി റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഒരു 2 കിലോമീറ്ററിന് മുകളിൽ ദൂരമുണ്ട്. ഞങ്ങൾ വിചാരിക്കുന്നത് എന്തായാലും നടന്നിട്ട് പോകുന്നില്ല. ഇവിടെ തന്നെ മെട്രോ ഉണ്ടല്ലോ. അപ്പോൾ അടുത്ത് ലൊക്കേഷൻ വരുന്ന മെട്രോ സ്റ്റേഷൻ എവിടെയാണോ അവിടത്തോട്ട് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അല്ലേ. മെട്രോ നോക്കിയ സമയത്ത് 1 മണിക്കൂർ, അതായത് 1 കിലോമീറ്റർ നമുക്ക് മെട്രോ പോയിട്ട് അവിടെ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസാണ് ഞാൻ നോക്കിയത്. ആദ്യമായിട്ടാണ് ആ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു മെട്രോ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോകാം. അപ്പുറത്താണ് തോന്നുന്നത്. മെട്രോ സ്റ്റേഷനിലൊക്കെ വരുന്നത് ഈ ഭാഗത്തല്ല. റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമുള്ള ഈ ഒരു ഓവർ ബ്രിഡ്ജ് ഇല്ലേ, ഇതുവഴി നേരെ വന്നാൽ ഇവിടെ തന്നെയാണ് മെട്രോ. അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ് വരുന്നത്.
ഇത് പോകാനുള്ള മെട്രോ വരികയാണ്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. റാംവാടി ഭാഗത്തേക്ക് പോകുന്ന മെട്രോയിലാണ് നമുക്ക് കയറാനുള്ളത്. ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത്. ബണ്ട് ഗാർഡൻ മെട്രോ സ്റ്റേഷനിലാണ് നമ്മൾ വന്നിറങ്ങിയത്. ഈ പൂനെ മെട്രോന് തന്നെ മഹാ മെട്രോ എന്നാണ് അറിയപ്പെടുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മളെടുത്ത റൂമുള്ള ഭാഗത്തേക്ക് 900 മീറ്റർ ഉണ്ട്. ഗൂഗിൾ മാപ്പൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നടന്നിട്ട് പോവാം. ഈ വഴി നേരെ തന്നെയാണ് കാണിക്കുന്നത്. എല്ലാം നല്ല വഴികൾ, നല്ല വൃത്തിയുണ്ട് എല്ലാ ഭാഗത്തും. ഇനി ഇവിടുന്ന് ഒരു 200 മീറ്ററും കൂടെ ഉള്ളൂ. നടന്നു പോകാനായാലും ഒരു ബുദ്ധിമുട്ടുമില്ല. സ്റ്റാർബക്സ് കോഫി കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മൾ പൂനെയിൽ കൂടെ നടക്കുന്ന സമയത്ത് നമ്മളെ പോലെ നമ്മുടെ ഏജിൻ്റെ സമപ്രായക്കാരായ ഒരുപാട് പെൺകുട്ടികളൊക്കെ ഇതിൽ കൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് പറയാൻ കാരണം ഇവിടെ മാത്രമല്ല, മഹാരാഷ്ട്രയിൽ മുംബൈ പോയി കഴിഞ്ഞാൽ നമുക്ക് സമാനമായ കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും. അത് പറയുന്നത് വേറൊരു കാര്യം കൂടിയുണ്ട്. നാം സേഫാണ് ഉദ്ദേശിക്കുന്നത് രാത്രി നടന്നു പോകുന്നത്. ഇതേ സമയം നമുക്ക് ഡൽഹി പോയി കഴിഞ്ഞാൽ ഈ കാഴ്ച കാണാൻ വേണ്ടി പറ്റണമെന്നില്ല. കാരണം അവിടെ പെൺകുട്ടികൾക്ക് പോയിട്ട് ആൺകുട്ടികൾക്ക് പോലും സേഫ് അല്ല എന്ന് പറയാം. അപ്പോൾ ഇവിടെ എടുത്ത ഒരു പ്രോപ്പർട്ടി ഇതാണേ. അപ്പോൾ ഇവിടെ ആകെ 1, 2, 3, 4, 5, 6 ബെഡുകളാണുള്ളത്. അതിൽ ഒരു ബെഡ് ഇവിടെയും കിട്ടിയിട്ടുണ്ട്, ഒരു ബെഡ് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ബങ്കർ ബെഡ്സ് ആണ് വരുന്നത്. കുഴപ്പമില്ല, നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു റേറ്റിൽ തന്നെ ഇവിടെ ഡോർമെറ്ററി കിട്ടി. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ലോക്ക് ചെയ്യാനുള്ളൊരു ലോക്കർ ഇവിടെ അവൈലബിൾ ആണ്. പില്ലോ ഉണ്ട്, നമുക്ക് പുതക്കാനുള്ള ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ ചാർജിങ് പോയിന്റ്, അതായത് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നല്ലൊരു വൃത്തിയുള്ള അടിപൊളി പ്രോപ്പർട്ടി തന്നെയാണിത്. ഈ പ്രോപ്പർട്ടിൻ്റെ പേര് ജഗ്ലേഴ്സ് ബാക്ക് പാക്ക് എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ ഡോർമെറ്ററി ഉണ്ട്, റൂമും ഉണ്ട്. ഞങ്ങളതിൽ ഒരു നൈറ്റ് മാത്രമേ സ്റ്റേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡോർമെറ്ററിയാണ് ബുക്ക് ചെയ്തത്. 650 രൂപയാണ് 2 പേർക്കും കൂടെ ഇവിടെ ടോട്ടൽ വന്ന പൈസ. അതുപോലെ നമുക്ക് പൂനെ റെയിൽവേ സ്റ്റേഷൻ ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ. നടന്ന് വേണമെങ്കിൽ വരാം. നമ്മളിപ്പോഴും നടന്നിട്ട് തന്നെ വരുന്നത്. പിന്നെ എന്താ പറയാ, കുറച്ച് ടയേർഡ് ആയതുകൊണ്ട് ലോങ് യാത്ര വന്നു കഴിഞ്ഞാണല്ലോ. മെട്രോ അടുത്ത് തന്നെയാണ്. ആ പറഞ്ഞ ബണ്ട് ഗാർഡൻ വരെ ഓക്കെയാണ്. പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. വരുന്ന വഴിയും നല്ല വഴി തന്നെയാണ്. ഈ എന്താ പറയാ, കച്ചറ പിടിച്ചതൊന്നും അല്ല, അടിപൊളി തന്നെയായിരുന്നു. അപ്പം ഇന്ന് ഇവിടെ കിടക്കണം, നാളെ രാവിലെ എണീച്ച് വേറൊരു യാത്രയാണ് പോകാനുള്ളത്. അതുപോലെ തന്നെ ജലം എക്സ്പ്രസിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്ലീപ്പർ ക്ലാസ്സിലാണ്. നോർത്ത് ഇന്ത്യയിലേക്കൂടെ യാത്ര നമുക്ക് വേറെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. മാത്രമല്ല വെറും നോർത്ത് ഇന്ത്യയിലൂടെ യാത്രയല്ല, ശൈത്യകാലത്ത്. പിന്നെ ശൈത്യകാലത്ത് ശരിക്കും പറഞ്ഞാണ്ടല്ലോ, അതും അറ്റത്ത് സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ പാടില്ല. AC യാത്രയാണ്. അത് വേറൊന്നുമല്ല, നമുക്ക് പുറത്ത് തണുപ്പൊന്നും അനുഭവപ്പെടില്ല. കാരണം അതിലൊരു ഫിക്സഡ് ആയിട്ട് ടെമ്പറേച്ചർ തന്നെയാണ്. അപ്പം എപ്പോഴും എല്ലാ വീഡിയോയിലും പറഞ്ഞാൽ നമ്മൾ തന്നെ ലാസ്റ്റ് സ്ലീപ്പർ പോയി നിങ്ങൾ വിചാരിക്കുമല്ലോ. നമുക്ക് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ്. കാരണം അതിൽ വെയിറ്റ് ലിസ്റ്റ് ആയിരുന്നു. പിന്നെ RAC ഉണ്ടോണ്ട് എടുത്തു. അതും അറ്റത്ത് തന്നെ കിട്ടിയത്. ഭയങ്കര തണുപ്പ് പറഞ്ഞ ദുരിതം തന്നെ. ആദ്യത്തെ ദിവസം ഞാൻ പെട്ടു, 2ാം ദിവസം ഇവനും പെട്ടു. അത് പിന്നെ വേറെ ഇവിടുത്തെ ഇപ്പൊ കോമൺ ആയിട്ടാ. പിന്നെ ജസ്റ്റ് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെന്താ പറയാ, അവിടുത്തെ വിഷയം വേറൊന്നുമില്ല. ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഡൽഹി ഉണ്ടാകുന്ന സമയത്ത് കുറച്ചൊക്കെ കയറിയേ ഉള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ സ്ലീപ്പർ ജനറൽ ആവുന്ന അവസ്ഥ ഒന്നും ഉണ്ടായില്ല. 2ാം ദിവസമൊക്കെ അടിപൊളി തന്നെയായിരുന്നു ഉണ്ടായത്. അപ്പൊ എന്താ പറയാ, ജല എക്സ്പ്രസിന്റെ കാഴ്ചകളെല്ലാവരും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അടുത്ത ദിവസം കിടന്ന യാത്രയാണ്, അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റു ദിവസം കണ്ടുപിടുന്നതായിരിക്കും. ബൈ.